എന്താ പോവാത്തെ? മടിച്ചു നിൽക്കുന്നു ഗൈസ്. രാവിലെ എണീറ്റിട്ട് ഒരാൾ പറയണ്ട, സത്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താറില്ല. ഇഷ്ടം കൂടുതലായതുകൊണ്ട് അയ്യോ ക്ലാരിറ്റി പോയി. ലഞ്ച് ബോക്സ് എടുത്തോ? ഫുഡ് വരെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരാൾ സ്കൂളിൽ പോകണ്ടാന്ന് പറഞ്ഞ് കരയുന്നു ഗൈസ്. സല്ലേട്ട വേഗം പോയിട്ടുണ്ടോ? ഏട്ടൻ മനസ്സിൽ വിചാരിച്ചു പോയ പോലെ തന്നെ ഷൂട്ട് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പോയി തിരിച്ചു വന്നു. ഞങ്ങളിതേ സദ്യ കഴിക്കാൻ വേണ്ടി വന്നു. ചെടിയല്ല, അത് കറിവേപ്പില. ഞങ്ങൾ രുചിയിലാണ് ഉള്ളത് ഗൈസ്. റൂമിന് നേരെ വന്നു, സദ്യ കഴിക്കുന്നു. നെയ്യ് ഒഴിച്ച് നല്ല ചൂട് നെയ്യ് ഒഴിച്ച് പരിപ്പ് കൂട്ടി പപ്പടം കൂട്ടി പിടി പിടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ സാറേ. എൻ്റെ ഫുഡ് വന്നില്ല, ഞാൻ എൻ്റെ ഫുഡിന് വെയിറ്റ് ചെയ്യണം. ഞാൻ കേർഡ് റൈസ് പറഞ്ഞു, എന്നിട്ട് ഞാൻ ഈ സദ്യയിലും കൈയിട്ട് വരും. അതാണ് എൻ്റെ ഒരിത് അല്ലേട്ടാ. അതെ അതെ, സദ്യ വേണ്ടത്ര കേർഡ് റൈസും പിന്നെ ഈ കൂട്ടാനുകൾക്കും മതി. അവന് തൈര് ഇത്തിരി ഒഴിച്ച് കഴിച്ചാൽ പോലെ. അങ്ങനെ ദേ ഈവനിങ് ആയപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ ദേ പാരഗണിലോട്ടാണ് പോകുന്നത്. നമ്മുടെ സ്വന്തം ദേവി ചേച്ചിയുണ്ട്, പിന്നെ ഹരിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. ഞങ്ങൾ അതേ പാരഗണിലെത്തി. നമ്മൾ നേരെ നമ്മുടെ സ്റ്റാർട്ടർ പറഞ്ഞു, കുമ്പളങ്ങി പനീർ, പിന്നെ കോണിൻ്റെ ഒരു സ്റ്റാർട്ടർ, അങ്ങനെ. അപ്പോൾ ദേ ഞങ്ങളതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിതേ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ഏട്ടനും അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചീൻ്റെ കൂടെ ഇങ്ങനെ പുറത്ത് പോകാൻ. ചേച്ചിയുടെ സംസാരവും ചേച്ചി ഭയങ്കര രസമാണ്. അങ്ങനെ ദേ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾക്ക് പൊങ്കാലയ്ക്ക് ഒരു ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ ബ്രദറും ഫാമിലി ഇവിടെ ഉണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പം ചേട്ടനിപ്പം BSFലോട്ട് മാറി ഇവിടെ ട്രിവാൻഡ്രം. അപ്പോൾ പിന്നെ അവർ കോഴിക്കോട് നിന്ന് ഇപ്പോൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റായി. അപ്പോൾ ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ ഷൂട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ 2 ദിവസം അവിടെ നിന്നു, പിന്നെ ഏട്ടൻ അങ്ങോട്ട് വന്നു. ഏട്ടനും 1 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു, ലീവുള്ള ദിവസം. അപ്പോൾ ഞങ്ങളിതേ പിള്ളേരെയും ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടി ആയിട്ട് ഞങ്ങളിതേ നമ്മൾ ലുലുവിൽ പോയതായിരുന്നു. ചുമ്മാ റൈഡിലൊക്കെ ഒന്ന് കയറാം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനും പൊന്നുമാണ് കയറിയിട്ടുള്ളത്, മൂത്ത മോള് ചേട്ടൻ്റെ. ഇളയാൾ പിന്നെ അവിടെ ഹൈറ്റ് പറ്റില്ല എന്ന് പറഞ്ഞു ഈ റൈഡിൽ. അപ്പോൾ പിന്നെ അവൾ കയറിയില്ല. പിന്നെ വേറെ ആർക്കും വലിയ ധൈര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയും കയറിയില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇത് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ലതായിരുന്നു കേട്ടോ, നല്ല റൈഡായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ഒരു റൈഡായിരുന്നു കേട്ടോ. പക്ഷേ ഈ റൈഡിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂട്ടാമെന്ന് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. കാരണം ആകെ 2 പ്രാവശ്യമാണത് എന്താ പറയുക റൊട്ടേറ്റ് ചെയ്ത് വരണുള്ളൂ. പക്ഷെ ഒരു 4 പ്രാവശ്യമെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന ഒരു പൈസയ്ക്ക് ഒരു വർത്താണെന്ന് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഭയങ്കരമായിട്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നമുക്ക് അതേപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഒന്ന് എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ റൈഡിൻ്റെ ആ ഒരു ഇത് തീർന്നു. അങ്ങനെയാണ്. പക്ഷേ കുഴപ്പമില്ല, രസമായിരുന്നു കേട്ടോ.
കുറച്ച് ദിവസം മുമ്പ് ഞാൻ വന്ന് കയറിയേ, അതുകൊണ്ട് എനിക്കറിയാം ആള് കുറച്ച് നേരമൊക്കെ നല്ലപോലെ ഇരുന്നു. പക്ഷെ പേടി ഭയങ്കരമായിട്ട് ഇതായപ്പോഴേ ഇത് നീങ്ങണില്ലാന്നേ. അത് നീങ്ങുന്ന വിചാരിച്ചിട്ടാണോ? അതിനോട് പോവാൻ പറ, പോന്ന് പറ. ഈ ഒരു ഗെയിമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, കുറച്ച് പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവളിനെ നിർത്താം. പക്ഷെ അവൾ നല്ല ധൈര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നും വേറെ ചുറ്റുമുള്ള ഒന്നും കേൾക്കത്തോ സൗണ്ടോ ഒന്നും കേൾക്കത്തില്ല. പക്ഷെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടുത്ത ആരെങ്കിലും ഒരാൾ പോയി നിൽക്കണം. കാരണം ആ ഇതനുസരിച്ചിട്ട് അവളൊന്ന് ഇങ്ങനെ ഇതാവുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ വീഴാൻ പോവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇത്. പക്ഷേ അടിപൊളിയായിരുന്നു. അവൾക്ക് പൊന്നിന് നല്ല ധൈര്യമുള്ളതുകൊണ്ട് അവൾ മാക്സിമം ഇതാക്കി. പിന്നെ ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് പറയാൻ അറിയത്തില്ല, അവിടെ ഇങ്ങനെ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും നല്ലതായിരുന്നു. അവൾക്ക് നല്ല ധൈര്യമുള്ളതുകൊണ്ട് അവളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു മൂഡിലായിരുന്നു. ചെറിയ ആൾക്ക് പിന്നെ വലിയ ധൈര്യം അത്ര കുറവായിരിച്ചു. പിന്നെ കുഞ്ഞല്ലേ, അപ്പോൾ പിന്നെ അത്ര വലിയ ധൈര്യം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഫാമിലി ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്കും ഭയങ്കര ചേച്ചി ചേട്ടനും ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഞങ്ങളിപ്പം കൊച്ചിയിൽ പോകുന്നത് ഭയങ്കര കുറവാണ്, ട്രിവാൻഡ്രത്താണ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. 2-3 ദിവസത്തെ വീഡിയോകൾ ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.